അപ്പോൾ ഞങ്ങൾ ഇവിടെ ഹലോ മല്ലൂസ് ബൈറ്റ് ബാൻഡിലേക്ക് എല്ലാവരും ക്ഷണിച്ചുകൊണ്ട് ഞാൻ നൗഫൽ പെരുമ്പാവൂർ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ലോങ്ങിൽ വന്നേക്കാണ്. ചേറ്, ബ്രാല്, വാഹ ഇതൊക്കെ ടാർഗറ്റ് ചെയ്താണ്. എന്തൊക്കെ ഉണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല. ഒരാൾ വിളിച്ച് പറഞ്ഞിട്ട് നമ്മൾ വന്നേക്കണതാണ്. അവിടെ മീൻ ഉണ്ടെന്നാണ് തോന്നണം, നമുക്ക് അറിയില്ല. കൈച്ചൂണ്ടക്കാരൊക്കെ ഇരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ വന്നേക്കണതാണ്. ആ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ പൊളി ഒരു രക്ഷയില്ലാത്ത ലൊക്കേഷൻ. അതുകൊണ്ടാ കംപ്ലീറ്റ് പാടവും. ഇത് തോടാണ്ടാ, തോട്, പാടം, ഇത് പാടം, ഇതൊക്കെ പാടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് മീനിനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ എന്ത് ചെയ്യുക, മീനിനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ കാസ്റ്റിങ് തുടങ്ങാൻ പോകണം. പിന്നെ കൂടെ നമ്മുടെ അരുമ ശിഷ്യൻ ജിമ്മിച്ചനും ഉണ്ട്. അറിയുന്നത് സ്ഥലം കണ്ടു കഴിഞ്ഞപ്പോൾ ഇൻട്രോ ഒന്നും എടുക്കണില്ല, ഞാൻ എന്തായാലും അടിക്കാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ചാടി കയറി അറിയണതാണ്. വെള്ളം അടിച്ച് കയറ്റണയാണ് പമ്പ് വെച്ചിട്ട്. ബെൽറ്റൊക്കെ വെച്ചിട്ട് ഞാൻ കണ്ടുള്ള ഒട്ടുമിക്കവരും കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ലേ. വെള്ളം തോട്ടിൽ നിന്ന് എങ്ങനെ പമ്പ് ചെയ്ത് കയറ്റണയാണെന്നാണ് തോന്നണം, അല്ലാതെ വേറെ ഒന്നുമില്ല. ബെൽറ്റ് വെച്ചിട്ടാണ് വലിച്ചടിക്കുന്നത്. നോക്കട്ടെ, ചോദിച്ചോ കാര്യങ്ങളും. എൻ്റെ വീട് പെരുമ്പാവൂര്. ആ, അപ്പോൾ അവിടെ ഒന്നും ഈ പറഞ്ഞ പോലെ ഈ സാധനം ഒരുവിധപ്പെട്ട ആൾക്കാരൊന്നും കണ്ടല്ല. എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരാ, അതിന് മേളിലുള്ള ആൾക്കാരൊക്കെ കാണുന്നതാണ്. പഴയ ആൾക്കാർക്കറിയാം പാടം പറ്റിക്കുന്നത് ആണല്ലേ. ആണല്ലേ, ഈ കിടക്കുന്ന പാടം പറ്റിക്കുന്നേണ്ടത്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് അടിച്ചു കയറ്റോ അല്ലെങ്കിൽ എന്ത് വേറെ എന്തോ ചെയ്യാണെന്നാണ്. പക്ഷെ അതല്ല, ഈ പാടത്തെ വെള്ളം നേരെ വലിച്ചു കളയണയാണ് കാണുന്നത്. അപ്പൊ 24-ാം തീയതിയാണല്ലോ കൃഷി ഇറക്കണേ. ഇന്നിപ്പോ 14. ആ കാഴ്ച എന്തായാലും നിങ്ങളെ കാട്ടിത്തരും. ഇപ്പൊ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ചേട്ടൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പാടത്തെ വെള്ളം പറ്റിച്ചു കളയാനാണ് പറഞ്ഞത്. പാടത്തെ വെള്ളം അടിച്ച് പറ്റിച്ച് കളയാനാണ്. അപ്പോൾ 24-ാം തീയതിയോട് കൂടി, ഇന്നിപ്പോൾ 14-ാം തീയതിയാണ്. ഇപ്പോൾ 24-ാം തീയതിയോട് കൂടി ഞാറ് നടാനുള്ള ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയാണ് ഇത് വലിച്ചു കളയുന്നത്. അതിൻ്റെ ഇടയിൽ മഴ എന്തെങ്കിലും പെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ കാലതാമസം വരും. അതുകൊണ്ടാണ് അവർ ഇപ്പോൾ ഒരു വെയിൽ നല്ല വെട്ടവും വെളിച്ചവും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ആ കാൽക്കുലേഷനിൽ അവർ ഈ പാടത്തെ വെള്ളം മൊത്തം പാടാൻ അതുകൊണ്ട് നല്ല രസമാണ്. അവരുടെ ഉദ്ദേശം അത് വലിച്ചു കളയാനുള്ള പ്ലാനിലാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സാധനം കണ്ട, ഈ ഐറ്റം കാട്ടിത്തരട്ടോ, ഞാൻ കാണാൻ പോകുന്നുള്ളൂ. വെള്ളം പാടത്തുനിന്ന് വലിച്ച് എടുത്ത് കളയണ സാധനമാണ് ബെൽറ്റ്. നമ്മുടെ അരി പഠിപ്പിക്കുന്ന കമ്പനിയൊക്കെ ബെൽറ്റില്ല, അതേപോലത്തെ ഒരു വലിയൊരു ബെൽറ്റ് എടുത്ത് വലിച്ച് കളയണത്. വെള്ളം അടിച്ച് വലിച്ച് കളയണതാണ്. ഇതല്ലേ ഏട്ടൻ വേറെ ന്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയേക്കാണ്. അപ്പൊ പുള്ളിനെ വിളിച്ച് ശല്യപ്പെടുത്തല. ഈ മോട്ടറും കാര്യങ്ങളൊക്കെ കണ്ടു. പഴയ സൈറ്റ് മോട്ടർ. അപ്പൊ അതാണ് പഴയ മെഷീനറീസിന്റെ ഒക്കെ ഷെഡിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്മെല്ലില്ല. ആ സ്മെല്ലൊക്കെ ഒരു ഡീസൽ എഞ്ചിന്റെയും അതിന്റെയൊക്കെ ഒരു സ്മെല്ല് നല്ല രസം. നോക്കിക്കോട്ടെ, ഈ പാലം നോക്കി നോക്കി പോലും കമ്പ്യൂട്ടറിന് സ്ഥലത്തേക്ക് പോയിരുന്നു. പക്ഷെ വഴക്കുണ്ട്. ഇതൊരു തുരുത്ത് പോലുള്ള സ്ഥലമാണ്. എനിക്ക് പറഞ്ഞാൽ കുറച്ച് വീടുകൾ അവിടെ ഇവിടെ കേട്ടൊക്കെ കാണുന്നത്. വീടുകളിലൊന്നും ആൾ താമസം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വെള്ളം കയറി അങ്ങനെ എന്തോ ഒരു പ്രശ്നം വന്നേക്കണ പോലെയാണ് കണ്ടിട്ട്. ഹലോ, ഇന്ന് വന്നേക്കുന്ന സ്ഥലമുണ്ടല്ലോ. ഇന്ന് വന്നേക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കുറേ സ്ഥലത്ത് ഇറങ്ങുകയും പിടിക്കുകയൊക്കെ ചെയ്തു. അതിന് പിന്നെ തൊട്ടടുത്ത് കുറേ ലൊക്കേഷനുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തുന്ന അവിടെ എറിയണ്, ജിമ്മിച്ചൻ അവിടെ എറിയുന്നുണ്ട്. അത് കൂടാതെ അവിടെ വണ്ടി നിർത്തിയാണ്. അവിടെ വരെ കോൺക്രീറ്റൊക്കെ വെച്ചേക്കുന്ന സ്ഥലം. അത് കഴിഞ്ഞിട്ട് വീടുകൾ കേൾക്കണ്ട, അത്രയും ദൂരം ഒരു വീട്, പിന്നെ അതിൻ്റെ അപ്പുറം ഒരു വീട്, അതിൻ്റെ അപ്പുറം പിന്നെ അറ്റത്തുള്ളിൽ, പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിലൊരു വീട്, ചിമ്മിക്കണ ഭാഗത്ത് പിന്നെ ഈ വീടിൻ്റെയൊക്കെ അവസ്ഥ ഉണ്ടാവും. ഇതേ കണ്ടീഷനാണ്. ആൾ താമസമില്ല. അതിൻ്റെ ഇടയിലുള്ളൊരു വീട്ടിലെ ആളുണ്ട് കേട്ടോ. പിന്നെ ആ വഴിയിലേക്കുള്ള സ്ഥലത്ത് ആളുണ്ടോയെന്ന് അറിയാൻ പാടില്ല. അതിന് ബൈക്ക് പോകണമല്ലോ അറ്റത്തേക്ക്. പ്രത്യേക ഇത് എന്ന് പറഞ്ഞാൽ എന്തോ വന്നിട്ട് ഈ എന്തോ സംഭവിച്ചിട്ട് ഇവിടുന്നൊക്കെ ആൾക്കാരൊക്കെ ഒഴിഞ്ഞു പോയേക്കും പോലെ. വീട് പൊളിഞ്ഞെടുക്കുന്നത്, ഗ്ലാസ് പൊട്ടിക്കിടക്കുന്നത്. ഇപ്പോൾ വെള്ളം മൊത്തത്തിൽ കയറി അങ്ങനെയുള്ള പ്രശ്നത്തിൽ ഇറങ്ങിപ്പോയതാണോ അറിയില്ല. ഞാൻ കണ്ടിട്ടാ ഒരു വീടിൻ്റെ ചുറ്റുപാട് കണ്ടിത്തരാം. ഇവിടെ ആളില്ലാന്നാണ് തോന്നുന്നത്. കസേരയുടെ കിടപ്പൊക്കെ കണ്ടു ഒക്കെ ആളുടെ ഇതിനെ പറയാനുള്ള സംസാരിച്ചാലോ. ഇതൊക്കെ പാലകൾ എന്തോ
ഒരഴയൊക്കെ ഉണ്ട്. പക്ഷേ ഈ മുറ്റം കണ്ടിട്ടോ ഇവിടെയൊന്നും പുല്ലൊന്നുമില്ല. പക്ഷെ മുറ്റം ഈ മുറ്റം കണ്ട, ഈ വീടിൻ്റെ തറയൊക്കെ കണ്ട, തറയൊക്കെ കണ്ട വള്ളി, മറ്റേ അതിൻ്റെ വള്ളിയൊക്കെ വെച്ചിട്ടുള്ള രസമാണ്. ഇച്ചിരി വെള്ളമൊന്നും കുഴപ്പമില്ലല്ലോ. താമസമുണ്ട്. ഇനിയിപ്പോൾ നീ പോയത് വേണം. ഇത് മറ്റേ പൈപ്പ് ലൈൻ വെള്ളമാണോ? പക്ഷേ ആ നിലമൊക്കെ കണ്ടിട്ടുണ്ടോ? ഇവിടെ വിറകൊക്കെ ഉള്ള സ്ഥലം കണ്ടിട്ടില്ല. പാടം ഈ ബാക്ക് കുഷൻ നോക്കിയിട്ടോ. ഇത് ആൾ താമസം ഇല്ല എന്തായാലും. എന്തോ വെള്ളം കയറി അവിടെ പോയതാണോന്ന് സംശയമില്ലായിരിക്കില്ല. എന്താ ഡോറൊക്കെ ഇല്ല, ഉള്ളിലേക്ക് കയറാനുള്ള നോക്കുന്നുണ്ടോ? വീട്ടിലെ കാര്യം ഉണ്ടാവുകയും നമുക്ക് പിന്നെ താമസക്കാർ ചിലപ്പോൾ പുറത്ത് എവിടെയെങ്കിലും മാറി താമസിക്കുന്നുണ്ടാവും. ഇവിടെ ഇടയ്ക്ക് വന്ന് എന്തെങ്കിലുമൊക്കെ നോക്കി പോണേ ആയിരിക്കാം. അപ്പോൾ നമുക്ക് ആരെങ്കിലും അടുത്ത് ചോദിച്ചു നോക്കാം. ആളിനെ ഒരു മനുഷ്യനെ കാണല്ലോ. നീ നല്ല രസം ഇല്ലേ? കണ്ടോ ഇത് അവിടെ വീടൊക്കെ പൊളിഞ്ഞെടുക്കണം. അറ്റത്ത് ഈ വീട്ടിലെ ആളില്ല, എൻ്റെ കിടപ്പുണ്ടിട്ട് അങ്ങനെ തോന്നണേ. ആ അറ്റത്തൊരു വീട് പൊളിഞ്ഞെടുക്കണ്ട. ഇത് അവിടെ ഒരു വീട് പൊളിഞ്ഞെടുക്കണം, അവിടെ ഒരു വീട് പൊളിഞ്ഞെടുക്കണം. ഇത് വെള്ളം കയറി പോയതാണോ എന്ന് സംശയമുണ്ട്. 2018 വെള്ളം കയറി പോയതാണോ എന്ന് സംശയമുണ്ട്. മിക്കവാറും അതായിരിക്കും. ഭയങ്കര ഒരു മൂകത. നമ്മൾ വന്ന പണി നടക്കുമെന്ന് നോക്കട്ടെ. ഓക്കെ, നല്ല മൂത്ത് വിഷം വെച്ച കളറാണ്. ഗ്ലേസിങ് ഉണ്ടാകാനാണ്, ബ്ലൂ കളർ ഗ്ലേസിങ് കളറാണ്. ചെറിയ ചീച്ചിൽ മണം കേട്ടോ. പൊട്ടക്കണ്ടെന്നാ നമ്മൾ പറയണേ. അങ്ങനെ പൊട്ടന്ന അതെന്നാണ്ടൊക്കെ പറയണ്ടേ. ഒന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ അത് തല്ലി കൊന്നകളാന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്റ്റഡി പോലെ ഇങ്ങനെ നിൽക്കുള്ളൂ. ഒരു കോല് ഇങ്ങനെ പൊങ്ങി നിൽക്കുമ്പോൾ ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ നിവർന്ന് നിൽക്കും. അങ്ങനെ നിവർന്ന് നിൽക്കുള്ളൂ ഈ സാധനം. ആയിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകുമ്പോൾ ഇങ്ങനെ പയ്യെ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. ഒരു കോല് നിൽക്കുമ്പോഴേ നിൽക്കുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ആരുടെ ശ്രദ്ധയെ പറഞ്ഞാൽ പാമ്പല്ല അത്. അങ്ങനെ അനങ്ങാതെ നിൽക്കും. പകൽ ഈ സാധനത്തിന് കാഴ്ച കുറവാന്ന് പറയണേ. ഇന്ന് നമ്മുടെ ശിഷ്യൻ മുണന്തൻ കുറേ ബ്രാലിനെ പിടിച്ച് കയറ്റിട്ടാ. ഞാനിന്ന് കാഞ്ഞു കുത്തിപ്പോയി. നമ്മൾ ബ്രാലിനെ അല്ല ചേറിനെ ടാർഗറ്റ് ചെയ്ത് നടന്നതിൻ്റെ പ്രശ്നമാണ് നമുക്ക് പറ്റിയത്. ഇത് ജിമ്മിച്ചൻ്റെ മീനാണ്, അത്യാവശ്യം കുഴപ്പമില്ല, എണ്ണം ഉണ്ട്. ചേറിൻ്റെ രണ്ടെണ്ണം ചെകള പൊളിച്ച രീതിയിലാണ് അടിച്ചത്. അതുകൊണ്ട് അതിനെ തിരിച്ച് വിടാൻ പറ്റാത്തതുകൊണ്ട് പുള്ളി അത് റിലീസ് ചെയ്തില്ല. ബ്രാലൊക്കെ വലിയ ബ്രാലായിട്ട് അറിയും. ഇത് വെള്ളം കണ്ടോ, വലിയ ബ്രാലായിട്ടോ. ഇതൊക്കെ 5 മീനിനെ ജിമ്മി പിടിച്ച് കയറ്റിയുണ്ട്. ചെറിയ പ്രോഫിറ്റ്. നമ്മൾ ഇച്ചിരി വലിയ പ്രോഫിറ്റ് ചേറൊക്കെ അടിക്കാണ്ട് കിണ്ണം കാട്ടി കാഴ്ചകൾ കാട്ടിത്തരാന്ന് പറഞ്ഞിട്ട് ഇതാണ്. അപ്പോൾ വണ്ടി ചെയ്ത് അങ്ങനെ അകലെയാണ് ഇരിക്കണേ. അപ്പോൾ ജിമ്മീനെ പറഞ്ഞുകൊണ്ടതാ ഇന്ന് പുള്ളിക്കല്ല മീൻ കിട്ടിയേക്കണേ, നീ പോയി എടുത്തോണ്ട് വരാൻ പറഞ്ഞാൽ പോകണോണ്ട് പോവാം ഒറ്റയ്ക്ക്. അപ്പോൾ ഇപ്പം റെസ്റ്റ് എടുക്കാം. അങ്ങാടിയൊക്കെ കയറിയിട്ടുണ്ട്. പക്ഷെ കറണ്ട് ബില്ലാണ് കാണിക്കുന്നത്. ഇവിടെ ഉണ്ട് വിളവ് 1550 രൂപ. കേരള വാട്ടർ അതോറിറ്റിയുടെ ഇവിടെ വെള്ളമല്ലോ, കുടിവെള്ളമല്ലല്ലോ. ഇങ്ങോട്ടേക്കൊക്കെ വെള്ളം സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് 8/9 വെള്ളം കയറുന്നതുകൊണ്ട് താമസം മാറി കഴിഞ്ഞിട്ട്. ഇപ്പോൾ നമ്മളിവിടെ കണ്ടേക്കണമെന്ന് കറണ്ട് ബില്ലാണ്, അല്ല വാട്ടർ അതോറിറ്റിയുടെ ബില്ലാണ് കണ്ടത്. സെപ്റ്റംബർ 2024 ബില്ലാണ് കാണുന്നത്. അപ്പോൾ ഇവർ അതിന് മുമ്പത്തെ ഒരു പഴയ ബില്ലും കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഈ ഭാഗത്തുനിന്ന് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഇവിടുന്ന് പോയിട്ടുണ്ട്. ആധാരമുള്ള വീടാണോ എന്താണോ എങ്ങനെയാണെന്ന് ഷീറ്റൊക്കെ തന്നെയാണ് വീടാണ്, ആളുകളൊന്നുമില്ല. അപ്പോൾ ഇവരിപ്പോൾ ഇങ്ങോട്ടേക്ക് കുടിവെള്ളത്തിൻ്റെ സപ്ലൈ ഒരുപാട് വന്നിട്ടുണ്ട്. നമ്മൾ അവിടത്തേക്ക് വീടുകൾ കണ്ടു. കറണ്ട് ഉണ്ടായിരുന്നുണ്ട്, കണ്ടോ കറണ്ടൊക്കെ ഉണ്ട്. മീറ്ററിൽ തെളിഞ്ഞെടുക്കണം. ഇത് വെള്ളമടിച്ച് എന്തൊക്കെ ഇടപാടുണ്ട്. ഇവിടെ ആരാണ്ടും വന്നൊക്കെ പോകുന്നുണ്ട്. നിലവിൽ ഞങ്ങൾ അപ്പുറയായിരുന്നു. ഇപ്പുറത്ത് കിടക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ദൂരം, ഇനിയും കുറേ ദൂരമുണ്ട് ഇപ്പുറത്തേക്ക് കിടക്കണമെന്ന്. ഫ്രോഗ് പൊട്ടിയിട്ട് ഇപ്പുറം ഇരിക്കായിരുന്നു. അതൊന്നും വീഡിയോയിൽ കിട്ടിയില്ല, ഇതിൻ്റെ അകത്ത് ഇരിക്കാറ് കാടിൻ്റെ. അപ്പോൾ ഞാൻ ജിമ്മി അവിടെയാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചില്ലേ, ചേച്ചി പറയണേ കുറേ പോകണം. അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഫ്രോഗ് എടുക്കാനാണ്, പ്ലാസ്റ്റിക്കിൻ്റെ ഇത് തടഞ്ഞേക്കാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചേച്ചി ആ വള്ളം കൊണ്ട് വന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ വഞ്ചി ഉണ്ടെങ്കിലും അതേപോലെ ഷെയ്ക്ക് ചെയ്യണ വള്ളത്തിൽ ഞാൻ ആദ്യമായിട്ട് തന്നെയാണ്. അപ്പോൾ ക്യാമറ ബാറ്ററി ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഓഫായി പോയത്. ഇത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ എടുത്തേക്കണേ, എപ്പോഴും ഓഫാവാം. പിന്നെ അത് മാത്രമല്ല കുടിക്കാനുള്ള കുപ്പിവെള്ളമൊന്നും എന്തോ ഒരു നേരമായ വെള്ളം ഇല്ലാതെ തന്നെ ഭയങ്കര ദാഹത്തില്. കോട്ടയം ജില്ല മുണ്ടാറെന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടോ അല്ലേ? അപ്പോൾ കംപ്ലീറ്റ് പാടവും തോടും എല്ലാം നിറഞ്ഞേക്കുന്ന സ്ഥലം ഉണ്ടോ ഇത്? അപ്പം അവിടെ ഒരു ചെറിയൊരു വീട് ഇവൻ എൻ്റെ നേരെ കുറേ നേരം അയച്ചിരിക്കണേ. പറ. അപ്പം ഞങ്ങൾ ഇവിടെ വരെ വന്നേക്കാണ്. ഇവരെ കണ്ടായതുകൊണ്ട് കുടിക്കാൻ ഇവർ സമരം ചെയ്ത് മിനിഞ്ഞാന്ന് തന്നെയാണ് വെള്ളം കിട്ടിയത്.
കുറേ നാളുകൾക്ക് ശേഷം കുടിവെള്ളം കിട്ടിയത്. ഓണത്തിന് ഒരു വെള്ളമില്ലായിരുന്ന സ്ഥലമുണ്ട്, അതുകൊണ്ട് മിനിഞ്ഞാന്നാണ് വെള്ളം കിട്ടിയത്. അപ്പോൾ കറക്റ്റ് അവർക്ക് ഫസ്റ്റ് ഇവർ കൊടുത്തിട്ട് അവർ മാത്രം കുടിച്ചിട്ട് ഫസ്റ്റത്തെ അതിഥിയായിട്ട് എന്തായാലും ഞങ്ങൾ ഒരു രക്ഷയില്ലാതെ ദാഹിച്ച് വലഞ്ഞു വന്നു കഴിഞ്ഞപ്പം എൻ്റെ ബ്രോ കൊടുത്തു കുടിക്കാൻ വയറ് കുറച്ച് വെള്ളം തന്നു. എൻ്റെ പൊണ്ണ് സർക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്യാണ്ടെങ്കിൽ ഇവർക്കൊക്കെ ചെയ്തു കൊടുക്കട്ടാ. നിലവിൽ കാര്യങ്ങളൊക്കെ അമ്മച്ചി, അച്ഛൻ, പിന്നെ ചേച്ചി, അപ്പോൾ എല്ലാവരും. അപ്പോൾ ഞങ്ങൾ റിട്ടേൺ മടങ്ങാണ്. നല്ല മഴ അറ്റത്തുനിന്ന് കണ്ട് എന്തായാലും കുടുങ്ങിയേക്കാണ്, ചുറ്റി പോവാണ്. ഓക്കെ ബൈ. പോയാ. അപ്പോൾ ഈ വഞ്ചിയിൽ വലിയ ബാലൻസ് ഇല്ലാത്തത് നമ്മുടെ പോലത്തെ ഒരുപാട് ആടിപ്പൊഴിഞ്ഞ് പോകാൻ പറ്റുന്ന സൈസ് വഞ്ചിയല്ല കേട്ടോ. ഇവരുടെ ഈ വഞ്ചിയിലേക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് യാത്രയാണ്. ചേച്ചി അപ്പുറത്തേക്ക് നമ്മൾ ആഗ്രഹം ചെയ്യാം. ചേറുണ്ടല്ലോ, ചേറും രാവിലെ ഇവിടെ. അപ്പം ഞങ്ങളെയും കൊണ്ട് ഇങ്ങനെ കടത്തി ഇപ്പുറേറ്റ് കൊണ്ടുവരട്ടെ. ഈ വെള്ളം കണ്ടോ നിങ്ങൾ? കിടന്ന് അങ്ങോട്ടും കിടന്ന് ആടിയിട്ട് ഇങ്ങനെ നിൽക്കാണ്. ഒരു അഡ്ജസ്റ്റ്മെന്റ് അതാണ്. കുടിച്ചോട്ടാ. എന്താ നമ്മുടെ ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമായ ഈ ഷോക്സ് എന്താ? ഈ ഷോക്സ് വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. 6 പേരുള്ളവർക്ക് ഭാഗ്യം കൊടുക്കാൻ പറഞ്ഞ എൻ്റെ വിളിച്ചെങ്കിൽ ജീവിക്കും. ഇത് എന്തിനു വേണ്ടി ഉണ്ടാക്കി വെച്ചാൽ നന്നാക്കുക. എന്താ അതുകൊണ്ട് 6 പേരിലുണ്ടാകുന്നതാണോ ഷോക്സ് ഇട്ടേ. പിന്നെയാണ് മീനടിച്ച് തുടങ്ങിയാണ്. ചേട്ടൻ്റെ പാടാത്. ചിലപ്പോ പറയാൻ പറ്റും കുഴിയിലേക്ക് പോകും. ഹലോ മല്ലൂസ് ബൈറ്റ് ബാൻഡിലേക്ക് എല്ലാവരും ക്ഷണിക്കുന്നു. ഞാൻ നൗഫൽ പെരുമ്പാവൂർ. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി സ്ഥലങ്ങളിലേക്കൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥ ലൊക്കേഷനിലെത്തിയല്ല. അപ്പോൾ നമ്മളെ കഴിഞ്ഞ ആഴ്ച വന്നു കഴിഞ്ഞപ്പം ഈ നമ്മുടെ പമ്പിൻ്റെ ബാക്കിലായിട്ട് ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നല്ല അടിപൊളി ഏരിയ കണ്ട് ഞാൻ വീക്കണം എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നിന്നത്. പക്ഷേ വീക്കില്ല. തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ടയേർഡായിരുന്നു. പിന്നെ ബാറ്ററിയൊക്കെ ലോ ആയിരുന്നു, ഓഫായിരുന്നു. ഫുൾ ഡേ കത്തിച്ചാരനോട് 3-4 ബാറ്ററി ഉണ്ടായിരുന്നു, എല്ലാം ലോ ആയിരുന്നു. പിന്നെ അപ്പോൾ ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ എന്തായാലും നല്ല ഉദിച്ച് വന്നോളൂ കേട്ടോ. വെളുപ്പാൻ കാലത്താണ്, നല്ല രസമുണ്ട് കണ്ടാ. അപ്പോൾ അവിടെ കേട്ടത് ആ ഭാഗത്താണ് നമ്മളെയൊക്കെ നോട്ട് ചെയ്തേക്കുന്ന സ്ഥലം. ആ ഭാഗത്ത് അപ്പോൾ വെട്ടം വെച്ച് വന്നോളൂ. ഫിഷിങ്ങിൻ്റെ ജിമ്മിച്ചൻ ലീഡർ ലൈൻ കെട്ടിയിട്ടില്ല. അപ്പം മെയിൻ ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ ടൈം എടുത്താലോ. ഞാൻ ചാടി കയറി ഇറങ്ങാനോ എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നെ ഒതുക്കി നമുക്ക് ഇവിടെ ഇറങ്ങി നോക്കാന്ന് പറഞ്ഞിട്ട് പയ്യെ നൈസായിട്ട് മീൻ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ പാടാവേ പുള്ളി ഇവിടെ ഇറങ്ങുക എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇറങ്ങി. പുള്ളി അതിൻ്റെ ഇടയിൽ കൂടെ സെറ്റ് ചെയ്യാൻ. അപ്പോൾ അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ മെയിൻ സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ പുള്ളിക്ക് ചാടി അറിയാം. ആരാണ് ഈ ലൊക്കേഷനിലേക്ക് എത്തണേന്ന് കണ്ട. ഇട്ടൊഴിച്ചടിച്ച ദുബായിലെത്തി പോകും കൂടെ. അടിച്ചാ കേറി. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ മീന് രണ്ടാമത്തെ കയറിൽ, ആദ്യത്തെ കയറിൽ അടിച്ച് കയറിയില്ല, രണ്ടാമത്തെ കയറിൽ ബ്രാൻഡം കയറ്റിട്ടോ പഠിക്കാൻ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജിമ്മിച്ചൻ എൻജോയ് ഫിഷിങ്. സങ്കടം നോക്കി, സങ്കടം മൂത്ത് ചിരിയിൽ സങ്കടമില്ല നോക്കി നിങ്ങൾ. കൂടെ ഇതൊക്കെ കിടക്കുന്ന കാണാൻ പറ്റണ്ട നിങ്ങൾക്ക്. അടിച്ച അയ്യോടാ എൻ്റെ ചങ്ങായി. വീണ്ടും കാസ്റ്റിങ് തുടങ്ങി. അയ്യോ എൻ്റെ കൈ തെറ്റിപ്പോയി, ക്യാമറ പോയി.
അതിലോടറാ, അത് പൊളി സാധനമാണ്, ഇത് പൊളി സാധനം പൊന്നണ്ട. ഇവരാരാ നോക്കി, എൻ്റെ പൊന്നടാ ഇത്രയുണ്ടാ. അത് ചപ്പിൻ്റെ പോലെ പിള്ളേരോട് വലിച്ചു തോന്നിയത്. ഓ ജെല്ലഞ്ചിഞ്ചാക്കടി പറയാല്, എൻ്റെ പൊന്ന് ചേറാ വരാലാ, ഇടക്കിടക്ക് കിട്ടുന്ന സാധനങ്ങളാണ്. നീ എൻ്റെ കയ്യും ഞാൻ പിന്നെ കാട്ടി തരട്ടാ, സമയമില്ല. അയ്യോ വീഡിയോ റെക്കോർഡാക്കാൻ മറന്നു, തൊട്ട് പറക്കുന്നുണ്ട്, നല്ല സ്ട്രൈക്കായിരുന്നു. ഷേ എൻ്റെ ചെങ്ങാതി എന്താ അവസ്ഥ നോക്കി. ഷേ രണ്ടാമത്തെ കേട്ടോ, മൂന്നാമത്തെ കേട്ടോ, ഇന്നത്തെ രാവിലെ ഇറങ്ങിയിട്ട് മൂന്നാമത്തെ അടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ ലാസ്റ്റ് കാട്ടിട്ട് വലിപ്പം കാട്ടിത്തരട്ടെ ഒരാളുടെ ലിപ്പർ കൊണ്ടുവന്നാണല്ലോ. ലിപ്പർ അവിടെ മറ്റേ ആദ്യം കിട്ടിയ ഒരാളുടെ കയ്യിലാണ്. അവിടെ നടിക്കാൻ അങ്ങോടാ. അടിച്ചാൻ കിട്ടാം. ആ കാണുന്ന സ്ഥലം കണ്ടോ, അവിടെ ലെഫ്റ്റ് സൈഡിൽ പുല്ലിൻ്റെ അടിയുണ്ടാവും. ഇപ്പം ചാടി കിടക്കണം ആ വഴി, ആ വന്ന വഴി. അയ്യേ അടിച്ച വഴി ഓഫായി പോയി. ചെറുത് ചെറിയൊരു പേര്, ചെറുതാണ്, തീരെ ചെറുതൊന്നല്ല കേട്ടോ. ഇവിടെ കിട്ടിയതിനെ അപേക്ഷിച്ച് ഇതൊക്കെ ചെറുതാണ്. അഞ്ചാമത്തെ പേരാണ്. ആ അടിച്ചുണ്ട് കേട്ടോ. അപ്പം ആറാമത്തെ വിരാല് ഓൾറെഡി പൊക്കി എടുത്തിട്ട് ഞാൻ പോയില കണ്ടതില്ല. ആറാമത്തെ വിരാല് ഒക്കെ ജമൻ്റെ വിരാലുകളാണ് കേട്ടോ. ആ കൈതേരെ അവിടെ ഇങ്ങനെ പോകാൻ പറ്റി കഴിഞ്ഞാണല്ലോ, അവിടെ അടിക്കാൻ കാണാമല്ലോ. ഓ എൻ്റെ ചങ്ങാതി അത് നല്ല സാധനം കേട്ടോ. എങ്ങനെയും പോകണത്, റിസ്ക് എടുത്താണെങ്കിൽ പാമ്പുണ്ടാവും. അതാണ് റിസ്ക് എടുത്താണെങ്കിൽ അവിടെ പോകണം, എന്തെങ്കിലും പണി കിട്ടും. നല്ലൊരു ഇൻഷുറൻസാണ് നിങ്ങൾക്ക് തരാനുള്ള. അറിയവരാല് ഒരെണ്ണം അടിച്ച് കഴിഞ്ഞാൽ ഒക്കെ പോകുന്നത്, അതാണ് ഏറ്റവും വലിയ കേണി. ഇഷ്ടം പോലെ പേര്. ഇഷ്ടം പോലെ പേര് എടുക്കുന്നതാണ്. ഈ വീഡിയോ ഞാൻ റിസ്ക് എടുത്ത് ഇവിടെ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റായിരുന്നു. ഏഴാമത്തെ ബ്രാലാണ്ടത്. നമ്മളിന്ന് 10 തയ്ക്കാൻ നോക്കാം. നമുക്കേ വലിയ പ്രോഗ്രാം ഇതെന്തോ ഒരു വലിയ വലിയ ചേർന്ന പോലത്തെ ബ്രാലുകളാണ്. വലിയ പ്രോഗ്രാം കളിക്കാം, അത് മിസ്സാവാൻ ചാൻസ് ഉണ്ട്.
ഇതിപ്പോൾ 8ാമത്തെ ബ്രാൻഡാണ്. 8ാമത്തെ ബ്രാൻഡ്. നമ്മുടെ കില്ലർ ഞാൻ ചേർന്നാണ് ഉപയോഗിക്കൽ. വലിയ ബ്രാലായതുകൊണ്ട് ഇവിടെ ഇട്ട് നോക്കിയതാണ്. പക്ഷെ ചെറിയ ബ്രാലാന്ന് കണ്ടാറുണ്ട്, വലിയ ബ്രാലാന്ന് കണ്ടാറുണ്ട് ഇട്ട് നോക്കിയതാണ്. പക്ഷെ കുഴപ്പമില്ല, ഒരു മീഡിയം ലെവലിൽ ഒരു കണ്ണനല്ല അതിനും വലുത് ആ ബ്രാല് കയറിയേക്കണ് കില്ലറിൽ. 8ാമത്തെ ബ്രാല് ഒക്കെ ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് കടിയുന്നുണ്ട് കേട്ടോ. ചാക്ക് അല്ല കൊല്ലി ഉണ്ടായിരുന്നു, അത് എടുത്തില്ലാന്ന്. അത് കൂട്ടുകാരുടെ കയ്യില ബ്രാൽ ചേർന്ന് കിട്ടിയപ്പോൾ കൊണ്ടുപോയതാണ്. ഒമ്പതാമത്തെ ബ്രാല്, പൊളി ബ്രാല്. കണ്ണഞ്ചും മാരൻ ചാടി പോയിരുന്നായിരുന്നു. പോയി എൻ്റെ പൊന്നടാ മെതകല്ലേ, എൻ്റെ പൊന്നടാ ചേറ ബ്രാലാ. ഊഹ് മാറ്റിയത് നന്നായി. എൻ്റെ പൊന്നടാ ചേറ ബ്രാലത്. 9ാമത്തെ ബ്രാൽ. നമ്മൾ 10 തയ്ക്കുമെന്ന് പറഞ്ഞാൽ ഒരെണ്ണം കൂടി എങ്ങനെയും ഒപ്പിക്കണം. ഗ്ലൗസ് ഇടാതെ രക്ഷയിലാണ്. അതിൻ്റെ വായിലേ എൻ്റെ കയ്യിൽ ലിപ്പറില്ല, ലിപ്പർ അവിടെ കിടക്കാം. അപ്പോൾ എൻ്റെ വായിലേക്ക് കൈയിട്ട് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ കയറും. അപ്പോൾ ഇത് വെച്ചിട്ട് തള്ളി ഒന്ന് പിടിക്കാം. അല്ലാതെ അതിൻ്റെ അണ്ണാക്കി നൂറുകൾ വീഴും. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എക്യുപ്മെൻറ്റ്സ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ വലിയ റിസ്ക്കാണ്. ഇങ്ങനെ മീനെ കിട്ടുന്ന എവിടേക്കാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ കൈ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ മുകളിലെ വിരൽ കണ്ടോ നിറയെ പല്ല ഇൻഫെക്ഷൻ കയറും. ഇത് 9ാമത്തെ ബ്രാലാണ് കേട്ടോ. എനിക്ക് നീ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സൈസ് പ്രോഗ്രാം എനിക്ക് ഞാൻ ഉപയോഗിക്കലാം. അതിലാണ് കുറേ പിടിച്ചത്, അതിലാണ് 2 പിടിച്ചത്, കുറേ അടിച്ചു പോയതും. ആ ശരിയുണ്ട്. അപ്പോൾ 10 തികച്ചു. ഹായ് മാഷാ അല്ലാ, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. എടാ ലിപ്പർ കൊണ്ടുവന്നായിരുന്നോ നീ? ലിപ്പറിൻ്റെ അവനും വലുതാന്ന് പറഞ്ഞാൽ ഇവൻ കില്ലറിലേക്ക് മാറി. അതാണ് ആ മിസ്സാവാതെ കിട്ടണേ. ആരെയും കുറേ നമുക്ക് വലിയ ബ്രാലുകൾ മിസ്സായിരുന്നു. അത് മറ്റേ പ്രൊഗീഡ് തന്നെ വേറൊരു ഫ്രോഗിട്ട് അറിഞ്ഞു കൊടുക്കും ചെറുത്. മറ്റേ ഫ്രോഗാണോ? അടിച്ചുണ്ട്. ആ ചെറുതാ. കില്ലറിലൊക്കെ ചെറിയ ബ്രാല് വരെ അടിക്കണ്ടേ? ആ നീ കൂടെ പോരാ. നിനക്കപ്പോൾ അവിടെ മീൻ കിട്ടണ്ടേ? 7 എണ്ണം അടിച്ചു 8 എണ്ണം അടിച്ചു എന്നൊക്കെ പറഞ്ഞാലേ ഞാൻ വിളിക്കായിരുന്നു. ആ എൻ്റെ അടുത്ത് എന്തുട്ടാ പറഞ്ഞത്? എന്നെ ശല്യപ്പെടുത്തല്ലേ, നിറയെ ചറ പറ. എൻ്റെ ഫോണേ അറ്റൻഡ് ചെയ്തില്ല, ചറ പറ അടിയാണെന്ന്. എൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം എന്നെ ശല്യപ്പെടുത്തില്ല. ഞാൻ 3 എണ്ണം പോയേക്കാണ്, അതാണ് ഇതാണ്. ജിമ്മിയുടെ അടിച്ചടാ. ആയിക്കോടാ നീ
രായിക്കോളെ ചേറല്ല പോയോന്ന് സംശയമുണ്ട്. ഉള്ള ലോഡൊക്കെ എടുത്തുണ്ട്. ഉള്ള ചപ്പും ചവറും പന്നിക്കട്ടൊക്കെ ഉണ്ട്. പിന്നെ മീനും വലുതാട്ടാ. അത് സ്റ്റിക്ക് ഒടിഞ്ഞു. അതെന്താ റാമ്പറപ്പാ ഓവർലോഡ് ചപ്പ് ഉൾപ്പെടെ എല്ലാ മീനിനും ഞാൻ വലിച്ചു കയറ്റിയാണ് കേട്ടാ. ചപ്പ് ഉൾപ്പെടെ ഞാൻ പൊക്കിയതാണ്. ഈ ഓവർലോഡ് ഭയങ്കര സ്ട്രെയിനായി പോയി. ഇത് അതേപോലത്തെ 3-4 അടിയുണ്ട് ഇവിടെ. ആ ചപ്പും വള്ളിയും കൂടി ഒന്നിച്ച് കയറി പിടിച്ചൂടെ വലിയ ചപ്പില്ലേ ഇത്. ആ ചപ്പും അടിയിൽ വള്ളി ഉണ്ടായിരുന്നു. ഞാൻ അടുത്ത് വള്ളിയെപ്പാടി പോരുന്ന വള്ളി അടിയിൽ വലിച്ചു പിടിച്ചേക്കായിരുന്നു. കുഴപ്പമില്ല. ടോപ്പ് ഇട്ടോ നോക്കാം. ടോപ്പ് ഇട്ടോ നോക്കടാ. ആ സാധനം എടുത്തിട്ടും കൂടെ വന്നേ. ഇവിടെ നിന്നല്ലാട്ടോ എല്ലാം കിട്ടിയതേ. നീ പറഞ്ഞു വന്ന പോലത്തെ 4-5 കിട്ടിയുണ്ട്. ഇതേപോലത്തെ മലപ്പാൻ പിടിച്ച ബ്രാല കയറിയേക്കണേ. അതിൻ്റെ തലയിലങ്ങോട്ട് കയറി ചുറ്റിയിട്ട് അടി കൂടെ വള്ളിയില്ലേ വള്ളി ലോഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അത്രയും പ്രതീക്ഷയില്ല. എൻ്റെ മണ്ടത്തരം എന്ന് പറയാം അരാമ്പറപ്പ്. ഇത്രയും കിട്ടി കഴിഞ്ഞിട്ട് ചെറിയൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. നമ്മുടെ റോഡും ഇതൊക്കെ ഭയങ്കര, റോഡും ഒരു കുഴപ്പമില്ലാട്ടാ. പൊളി സാധനം. ഞാൻ ഓവർലോഡ് എന്ന് പറയാം അത്യാവശ്യത്തിൽ കൂടുതൽ ലോഡ് കൊടുത്തു ഞാൻ. അതിൻ്റെയാണ് ഈ സ്റ്റിക്ക് ഒടിഞ്ഞത്. നല്ല അടിപൊളി റോഡാണ്, ഒന്നും പറയാനില്ല. എൻ്റെ തെറ്റ് മാത്രമാണ്. അപ്പോൾ അല്ലാതെ വേറെ കമ്പനീനെയോ ബ്രാൻഡിനെയോ ഒന്നും പറഞ്ഞിട്ട് കഴിയില്ല കേട്ടോ. പിന്നെ നീ ഇവിടെ ഒന്ന് എറിഞ്ഞേ. ഞാനതല്ല നിൻ്റെ അടുത്ത് പറഞ്ഞത്. നിനക്ക് അവിടെ മീൻ കിട്ടണമെന്ന് വെച്ചാൽ നീ ഫോൺ എടുക്കാൻ ബുദ്ധിമുട്ട്. അപ്പം ഞാൻ വിളിച്ചത് മീൻ അടിക്കണാരുകൊണ്ടാ. ഇന്ന് 12. ഓ 2-2.5 മണിക്കൂറായിട്ടുള്ളൂ നമ്മൾ എറിഞ്ഞു തുടങ്ങിയിട്ട്. 2.5 മണിക്കൂർ ആയുള്ളല്ലേ? ഏകദേശം 2.5 മണിക്കൂറായിട്ടുള്ളൂ. നമ്മളപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്ത് എത്തേണ്ട സ്ഥലത്ത് ഞങ്ങൾ ഇതുവരെയായിട്ട് എത്തിയുള്ളത്. ഞങ്ങൾ പോയപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്നു കഴിഞ്ഞപ്പം പോകാൻ വേണ്ടിയിരുന്ന പോയപ്പോൾ റോഡ് സൈഡിലായിട്ട് കണ്ട സ്ഥലമാണ്. ആ സ്ഥലത്ത് വന്ന് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങാൻ പറ്റില്ല. ഏതാ ലൊക്കേഷൻ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ലാത്തതാണ് ഞങ്ങൾ ഇറങ്ങില്ല. അപ്പോൾ ആ സ്ഥലത്ത് ഞങ്ങൾ ഈ ആഴ്ച കയറി വയ്ക്കുക കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ പറപ്പനടി നമ്മുടെ എൻജവിഷനും കുറേ സ്ട്രൈക്ക് കിട്ടി, കുറേ മിസ്സായി ആ സ്ഥലത്ത് നിന്ന്. ആ സ്പോട്ടിൽ നിന്ന് നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തിയില്ല. പിന്നെ ഞാനിപ്പോൾ കാട്ടിയേക്കണ മണ്ടത്തരമല്ല, ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്, റോഡിന് അനുവദിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ് ഞാൻ സ്റ്റിക്ക് ഡയറക്റ്റ് മീനിനെ പൊക്കി മുകളിലേക്ക് കയറ്റാന്നുള്ളത്. അത് ഒരു കമ്പനിയും അലോഡാക്കിയ കാര്യമല്ല എന്നാണ് എൻ്റെ വിശ്വാസം. എന്ന് പറഞ്ഞാൽ ചേറും ബ്രാലിനെയും വാഹനയും കടിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി കൂടുതലുള്ളായിരിക്കും. പിന്നെ കപ്പാസിറ്റി അതിൻ്റേതായ ലൂർ കപ്പാസിറ്റിയും ഇതൊക്കെ ഉണ്ടാവുള്ളൂ, ഫ്ലെക്സിബിലിറ്റി കൂടുതലാക്കിയിട്ട്. അപ്പോൾ അതിൻ്റെ മെത്തേഡ് അനുസരിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് എടുക്കാൻ പാടില്ല. ഒരുപാട് ലോഡ് കൊടുത്ത് വലിക്കാൻ പറ്റില്ല. ലോങ് കാസ്റ്റ് ഇട്ടാനുള്ള സ്റ്റൈലിലാണ് പണി തീർത്തതാണ്. അപ്പോൾ ഞാൻ ഈ സാധനം ഓവർലോഡ് ലോങ്ങിൽ നിന്ന് അത്രയും ദൂരത്തു നിന്നായിട്ട് അടിച്ച് കൊണ്ടുവന്നു. അത്രയും ദൂരത്തു നിന്ന് അടിച്ച് ലോഡ് എടുത്ത് ഉള്ള പായലും ഉള്ള ഇതൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം ഈ പായലിൻ്റെ ഇടയിൽ കൂടെയുള്ള കട്ടപ്പുല്ലില്ലേ, ആ പുല്ലിൻ്റെ അടിയിലായിട്ട് വള്ളി ഉണ്ടെന്ന് പറയാം. ഇവിടെ എത്തിയപ്പോൾ ഇച്ചിരി ലോഡേപ്പാടി കറക്റ്റ് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ മീൻ കുത്തിയിട്ട് ആ പായലിൻ്റെ കൂടെ തന്നെ ലോഡേപ്പാടി വന്നതാണ്. ഞാൻ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, പൊക്കി അങ്ങോട്ട് മുകളിലേക്ക് കയറ്റി. സ്റ്റിക്ക് ഒടിഞ്ഞ് തുണി കിടക്കുകയാണ് കാണുന്നത്. സ്റ്റിക്ക് ഒടിഞ്ഞ് 2 പീസായി പോയി ഇവിടെ വന്നിട്ട്. കുഴപ്പമില്ല, ഞാൻ റോഡ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാൻ പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്തും. പക്ഷെ റോഡിൻ്റെ ഒരു പ്രശ്നമല്ല, റോഡിൻ്റെ കാരണം കൊണ്ട് ഒടിഞ്ഞതല്ല, എൻ്റെ മാത്രമായിട്ടുള്ള കാരണമാണ്. നിങ്ങൾക്കറിയാം, അറിയാവുന്നവർക്കറിയാം. അതങ്ങനെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഞാൻ ചെയ്തത്. അപ്പോൾ റോഡ് ഇതേ കിടക്കുന്നത് 4000 എത്രയാണ്, 4800, 3800, 4800 എന്തോ കുറേ നാളുകളെ വാങ്ങിച്ചിട്ട്. ഇറങ്ങിയ ടൈമിൽ തന്നെ വാങ്ങിച്ചത്. കഴിഞ്ഞ ആഴ്ച പുള്ളി പൊളിക്കായിരുന്നു. ഒരു 5 ബ്രാലിനെയൊക്കെ വലിച്ചിട്ടതാണ്. 2 ചേറും 3 ബ്രാലും, അങ്ങനെ 5 കയറ്റിയതാണ്. അപ്പോൾ അടുത്ത നെക്സ്റ്റ് വീഡിയോ വരെ കാത്തിരിക്കാൻ നിങ്ങൾ. എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 to 8 മണിക്ക് ഉള്ളിലായിട്ട് എൻ്റെ വീഡിയോ എല്ലാ വെള്ളിയാഴ്ചയും കൺഫേമാണ്. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെയും കാത്തിരിക്കുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക, കമൻറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ ഗുഡ് ബൈ. റോഡ് നോക്കടാ, ഞാൻ എത്തിക്കും, പറപ്പിച്ച് ദുനിയാവിൻ്റെ അറ്റം വരെ എത്തിക്കും ഈ സാധനം. വേടാ മീനെ.
ഏ ഇത് കൂടുതലായി പോയില്ല എറിഞ്ഞപ്പം ദൂരം കൂടിപ്പോയില്ല. ഇനി അടിച്ച് മീനിനെ കയറ്റാൻ നേരത്തെ എന്താ അവസ്ഥ എന്ന് അറിയണം. ഹലോ മലൂസ്, ഇന്നത്തെ അപ്പോൾ ഇന്ന് ഒരു 2.5 മണിക്കൂർ കൊണ്ട് പിടിച്ച് കയറ്റിയാണ് മീനിനെ അടി തരട്ടോ. ഒരുപാട് മീനുണ്ട്, 10-12 മീനും പിന്നെ 10-12 14 15 മീനല്ലേ, 15 മീനായിട്ടുണ്ട് പോകാൻ. 2.5 മണിക്കൂർ കൊണ്ട് ഒരു ചെറിയൊരു വാഹയും ബാക്കിയൊക്കെ ബ്രാലും അങ്ങനെ പിടിച്ചാണ് മീനിനെ മൊത്തത്തിൽ ഞാൻ അടി തരട്ടോ. ആകാംക്ഷപൂർവ്വം നിങ്ങൾ നിൽക്കുകയാണെന്നറിയാം, ഒരുപാട് സ്ട്രൈക്ക് ഉണ്ടല്ലേ. നോക്കി എന്ത് ബ്രാലാണ്. ഏയ് പുള്ളി ബ്രാലെന്ന് പറയാം, പുള്ളി ബ്രാലാട്ടോ ഒന്ന്. ഇതൊക്കെ അടിപ്പം ബ്രാലുകളാ. മരവിച്ചിരുന്നു. മരവിച്ച് പോയിട്ടോ. അന്യായ ബ്രാലെന്ന് പറയാം, അന്യായ ബ്രാലത്. എൻ്റെ പൊന്നു, ഇത് കിടക്കണ കിടപ്പണ്ട. 2 4 6 8 10 12 14 ബ്രാല് വെറും 2.5 മണിക്കൂർ കൊണ്ട് പട്ടപ്പെട്ടേന്ന് അടിച്ച് കയറ്റി. സ്ട്രൈക്കുകളൊക്കെ നിങ്ങൾ കണ്ടില്ലായിരുന്നു, അടിപൊളി സ്ട്രൈക്ക് പക്കാതെ എല്ലാം ഫ്രോഗിൽ അടിച്ചേക്കണം. ഫ്രോഗാണ്, ഫ്രോഗിയുടെ ചെറുതും വലുതും കുറേ മിസ്സായിട്ടുണ്ട്. മിസ്സായെന്ന് പറഞ്ഞാൽ കുറേയൊക്കെ മിസ്സായിട്ടുണ്ട്. മിസ്സായക്കണേ കൂടാതെ കിട്ടിയാണ് മീനാണിത്. മിസ്സായക്കണ സ്പോട്ടിൽ നിന്ന് തന്നെ കിട്ടിയാണ്. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം മണി ബട്ടണൊക്കെ അമർത്തിയിട്ട് പറപ്പിച്ചു വിട്ടാം. അപ്പോൾ ഷെയർ ചെയ്യാതിരിക്കരുത്, മാക്സിമം ഷെയർ ചെയ്യുക. കമൻറ്റുകളൊക്കെ നല്ല അടിപൊളി. എന്ത് തെറ്റുണ്ടെങ്കിലും എന്ത് കുറ്റങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾ പറയാം. പിന്നെ എനിക്കപ്പോൾ അത് മാറ്റി നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രചോദനം നിങ്ങളിൽ നിന്നുള്ള കമൻറ്റുകളായിരിക്കും. അപ്പോൾ അത് പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. കൈമാറ്റി ഐസോ ഞാൻ ഇങ്ങനെ മുകളിൽ കൂടി പോയി. നല്ല നമുക്ക് കിട്ടിയ ബ്രാലുകൾ മൊത്തത്തിൽ കൂട്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ സൈഡിൽ അവൻ നിൽക്കാൻ നോക്കി പൂച്ചനൊക്കെ ഉണ്ടാ. അവനെങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. എനിക്ക് കൊടുക്കാത്ത നന്നാക്കുമ്പോൾ കൊടുക്കാം, നല്ലൊരു പീസ് കൊണ്ടുക്കി കൊടുക്കാം. അവനിവിടെ എല്ലാത്തിനും നോക്കി അവനിങ്ങനെ കാത്ത് നിൽക്കേണ്ട അതിൻ്റെ സ്മെല്ലടിച്ചിട്ട്. അപ്പോൾ അവന് എല്ലാം നന്നാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ ഓക്കെ. അതെങ്ങനെ കാത്ത് നിൽക്കണ തൊടാതെ. തരാം പാവം.